അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിപ്രഗത്ഭമായ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ അതിപ്രഗത്ഭമായ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം ഒരു ദുആ മുത്തായ റസൂൽ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ഇമാം പഠിപ്പിച്ചതല്ല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിപ്പിച്ച ഒരു ദുആ. ഈ ദുആ ചെയ്ത് അള്ളാഹുവിനോട് നാം ഏത് കാര്യം ചോദിച്ചാൽ പിന്നെ ഈ ദുആ പറഞ്ഞതിൻ്റെ ശേഷം ഒരു കാര്യം ചോദിച്ചതിന് ശേഷം വീണ്ടും ആ ചോദ്യം ആവർത്തിക്കേണ്ടി വരില്ല. പിന്നെ എവിടെയും ചോദിക്കേണ്ടി വരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് പൂർത്തിയാക്കി നൽകിയിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആ ദുആ ഏതാണ് എന്നതും ഇൻഷാ അല്ലാഹ് ഇന്ന് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ 5 കാര്യങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ അതിപ്രഗത്ഭമായ ആദ്യത്തെ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. ഇന്ന് ഇൻഷാ അല്ലാഹ് മഗ്‌രിബിൻ്റെ മുമ്പായി എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു ദുആ ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലണം, ദുആ ചെയ്യണം. നമുക്ക് ഒരുപാട് മുറാദുകൾ, ഉദ്ദേശങ്ങളുണ്ട്. അത് നേടിയെടുക്കുകയും വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പം നാം ചെയ്യേണ്ട ദുആ ഏതാണ്, അതുപോലെ ഇന്ന് നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഏതാണ് എന്നതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് പ്രധാനപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ ദുആ തന്നെയാണ്. ദുആ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് എന്തെങ്കിലും ഹബീബിൻ്റെ പേരിൽ ഒരു ഹദിയ കൊടുക്കുക എന്നുള്ളതാണ്. എന്തിനാണിത്? ഈ ഹദിയ കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെന്ന് പറയുന്നത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് ആഫത്തുകളെ തൊട്ട് നമ്മെ തടയുമെന്ന് മാത്രമല്ല, ദുരന്ത മരണങ്ങളെ തൊട്ടും എല്ലാം അല്ലാഹു കാവൽ നൽകും. നമുക്ക് വലിയ ഐശ്വര്യം, നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് കിട്ടാൻ ഇത് കാരണമാകും. എന്തെങ്കിലും ഹബീബിൻ്റെ പേരിൽ ഹദിയ നൽകുക എന്നുള്ളത് രണ്ടാമത്. മൂന്നാമത് ഹബീബിൻ്റെ പേരിൽ മൗലൂദ് പാരായണം. ഇന്ന് വെള്ളിയാഴ്ചയുടെ പകലാണ്. പകലിൽ മുത്തായ ഹബീബിൻ്റെ പേരിൽ ഒരു മദ്ഹ്. നമുക്ക് ഹബീബിനോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു നേട്ടവുമില്ല. ഹബീബിനോടുള്ള സ്നേഹം നാം പ്രകടിപ്പിക്കണം. അതെങ്ങനെ പ്രകടിപ്പിക്കും? അത് മൗലൂദ് പാരായണത്തിലൂടെയും ഹബീബിൻ്റെ മദ്ഹ് പറയലിലൂടെയും. ഇങ്ങനെയാണ് ആ സ്നേഹം പ്രകടനം നടത്തുക. ആ സ്നേഹം പ്രകടനം നമ്മിൽ നിന്ന് ഉണ്ടാകണം. അതിനുവേണ്ടി നാം പ്രവർത്തിക്കണം. അതിനുവേണ്ടി നാം ഇന്നത്തെ ദിവസം ഹബീബിൻ്റെ പേരിൽ നമുക്ക് അറിയുന്ന മൗലൂദുകൾ ഹബീബിൻ്റെ പേരിൽ നാം പാരായണം ചെയ്യണം. മൗലൂദ് പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഫാത്ത് കിട്ടി നമുക്ക് നാളെ രക്ഷപ്പെടാൻ അതൊരു കാരണമായിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട സൂറത്തുൽ കഹ്ഫ് എൻ്റെ പ്രിയപ്പെട്ടവർ നാം പാരായണിച്ചാൽ. കാരണം സൂറത്തുൽ കഹ്ഫ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ആരെക്കുറിച്ചാണ് അതിൽ ചർച്ച ചെയ്യുന്നത്? അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. മഹാനായ മൂസ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. മഹാനായ ഖദർ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ദുൽഖർനൈൻ. ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാർ, അവർക്കുള്ള ചരിത്ര സംഭവങ്ങൾ, അവർ പരിശുദ്ധമായ ദീനിന് വേണ്ടി അവർ ചെയ്ത കഷ്ടപ്പാടുകൾ, അവർ ചെയ്ത ത്യാഗങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ കഹ്ഫ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാം പാരായണം ചെയ്യുക. അതോടൊപ്പം മറ്റൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, നമ്മുടെ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് നിറവേറ്റി കിട്ടാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹബീബിൻ്റെ പേരിലുള്ള സ്വലാത്ത് ചുരുങ്ങിയതൊരു 313 തവണമെങ്കിലും നാം ഇന്ന് പറഞ്ഞിരിക്കണം. അള്ളാഹു അതിൽ തൗഫീഖ് ചെയ്യട്ടെ. നമ്മത് കൂടുതൽ എത്ര പറയുന്നു അത്രയും അതിൻ്റെ നേട്ടം ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പം നാം ധാരാളമായി ഇന്ന് ഹബീബിൻ്റെ പേരിൽ ധാരാളമായി സ്വലാത്തുകൾ ചൊല്ലുക എന്നുള്ളത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതായ. അപ്പം മറ്റൊരു മുത്ത ഹബീബിൻ്റെ പേരിൽ എന്തെങ്കിലും ഹദിയ കൊടുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട. ഇതൊക്കെ നാം ചെയ്യുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇരു ലോകത്തും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നാം ഇതൊക്കെ ചൊല്ലുന്നത്. അള്ളാഹു ഇരു ലോകത്തിലും നമുക്ക് അള്ളാഹു രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ എത്ര പ്രയാസത്തിലാണ് കഴിയുന്നതറിയോ? ഒരുപാട് പ്രയാസത്തിലാണ്. രോഗങ്ങളെ കൊണ്ട് പലവിധ രോഗങ്ങളെ കൊണ്ട്, വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ പിളഞ്ഞ് അട്ടഹാസിച്ച് കരയുന്ന എത്ര ആളുകളുണ്ട്. എല്ലാവരുടെ സന്തോഷങ്ങൾ അസ്തമിച്ച് ഒരു സ്വന്തമായൊരു വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അവരുടെ പ്രയാസങ്ങളൊക്കെ മാറാൻ ഈ സ്വലാത്തുകൾ മതിയാകുമെന്നുള്ളതാണ്. അതിനുവേണ്ടി ധാരാളം ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് പതിവാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം നാം ഇന്ന് പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു ദുആ. ഈ ദുആ നമ്മുടെ ജീവിതത്തിനെ തീർച്ചയായും മാറ്റിമറിക്കും. ഒരു തവണ ചൊല്ലിയാൽ തന്നെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. മഗ്‌രിബിൻ്റെ മുമ്പ് ഒരു 3 തവണ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുക.
വുളുവൊക്കെ എടുത്ത് നല്ല ശുദ്ധിയോട് കൂടി ഈ ദുആ ചെയ്യുക. വളരെ 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 എളുപ്പത്തിൽ നമുക്കിത് പിടിക്കാൻ പറ്റും. ചെറിയ ദുആയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത്, ലാ ഇലാഹ ഇല്ലാ അൻത്, യാ ഹന്നാനു യാ മന്നാനു, യാ ബദിഅ അസ്സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം. എത്ര എളുപ്പമാണ് ഇത്. അസ്മാഉൽ ഹുസ്നയുള്ള പേരുകൾ വിളിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇത് പറയാൻ വളരെ എളുപ്പമാണ്. ലാ ഇലാഹ ഇല്ലാ അൻത്, ലാ ഇലാഹ ഇല്ലാ അൻത്, ഇബാദത്തിന് അർഹൻ നീ അല്ലാതെ മറ്റാരുമില്ല, നീ അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാ ഹന്നാനു യാ മന്നാനു യാ ബദിഅ അസ്സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം. ഒന്ന് കൂടെ പറയും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു 3 തവണ ചൊല്ലി നമ്മുടെ മനസ്സിന് ആദ്യം ഒരു വുളുവൊക്കെ എടുത്ത് നമുക്ക് വീണ്ടും വീഡിയോ കണ്ടുകൊണ്ട് ചൊല്ലാവുന്നതാണ്. ഒരു 3 തവണ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്ത് നോക്ക്, നിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. വളരെ എളുപ്പത്തിൽ പറയാം. ലാ ഇലാഹ ഇല്ലാ അൻത്, ലാ ഇലാഹ ഇല്ലാ അൻത്, യാ ഹന്നാനു യാ മന്നാനു യാ ബദിഅ അസ്സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയ്. ലാ ഇലാഹ ഇല്ലാ അൻത്, ലാ ഇലാഹ ഇല്ലാ അൻത്, യാ ഹന്നാനു യാ മന്നാനു യാ ബദിഅ അസ്സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം. ലാ ഇലാഹ ഇല്ലാ അൻത്, യാ ഹന്നാനു യാ മന്നാനു യാ ബദിഅ അസ്സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം. ലാ ഇലാഹ ഇല്ലാ അൻത്, യാ ഹന്നാനു യാ മന്നാനു യാ ബദിഅ അസ്സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം. ഒരു 3 തവണ ചൊല്ലി ഇൻഷാ അല്ലാഹ് അള്ളാഹുവിലേക്ക് ഒരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയാം. അല്ലാഹ്, എൻ്റെ സർവ്വ മുറാദുകൾ, എന്തുദ്ദേശമാണോ എന്ത് നീയത്താണോ നിങ്ങൾക്കുള്ളത്, ആ നീയത്തുകൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊരു 3 തവണ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യണം. ഇന്ന് ദുആ ചെയ്യണമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ചയാണല്ലോ, അതുകൊണ്ട് ഇന്നാണ് ദുആക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് ദുആ ചെയ്യണമെന്നാണ് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. പ്രത്യേകിച്ച് നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, അവരുടെ മുറാദും അല്ലാഹു ഹാസിലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ദുആക്ക് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ദുആ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അല്ലാഹു അത് എങ്ങനെയെങ്കിലും നിറവേറ്റിത്തരും. തീർച്ചയാണ് അത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല മുത്തായ റസൂൽ പഠിപ്പിച്ചതാണ്. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലാ അൻത്, യാ ഹന്നാനു യാ മന്നാനു യാ ബദിഅ അസ്സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം, ഈ പരിശുദ്ധമായ ദിക്ർ കൊണ്ട് റബ്ബേ, നിന്റെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് റഹ്മാനെ മുത്തായ ഹബീബിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ അള്ളാഹു നമ്മുടെ സർവ്വ മുറാദുകളും എല്ലാ ഉദ്ദേശങ്ങളും ഈ പൂർത്തീകരിച്ച് തരണേ റഹ്മാനെ. ഖൈറും സന്തോഷം, ജീവിതത്തിൽ നല്ലൊരു ജീവിതം, പ്രയാസങ്ങളില്ലാത്ത ദുഃഖങ്ങളില്ലാത്ത നല്ലൊരു ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.